മനുഷ്യന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നഫ്സിനെ മെരിപ്പിക്കുന്ന അവൻ ഒറിജിനൽ മരണം നടക്കുന്ന വേളയിൽ, അല്ലാത്തവരെ അവൻ മെരിപ്പിക്കുന്നപ്പോൾ ഉറങ്ങുന്ന വേളയിൽ. എന്നിട്ട് ഉണരാൻ തീരുമാനിച്ചാൽ അവൻ ഉണരുന്നു, പിടിക്കാൻ തീരുമാനിച്ചാൽ അവൻ പിടിക്കുന്നു. ഇത് കഴിഞ്ഞ മാസം അർത്ഥം വെച്ചതാണ്. ഇങ്ങനെ ഈ രൂപത്തിലുള്ള പരലോക യാത്രയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടായിരുന്നു കൂട്ടരെ സഹാബാക്കളും താബിഈങ്ങളും ജീവിച്ചത്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിന് ആസ്വാദനം ഉണ്ടായിരുന്നു, അവരുടെ നമസ്കാരത്തിന് ആസ്വാദനം ഉണ്ടായിരുന്നു. അവർ നമസ്കരിക്കുന്ന വേളയിൽ അവർക്ക് ലോകത്തോടുള്ള ബന്ധം മുഴുവനും അറ്റുപോകാറുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ചിന്തിച്ച് ഓർത്തുകൊണ്ട്, ഭയപ്പെട്ടുകൊണ്ട്, പറയുന്ന പദങ്ങളുടെ അർത്ഥങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമസ്കരിക്കാൻ അവരെ പ്രേരിപ്പിക്കാറുണ്ടായിരുന്നു. നമ്മുടെ ബ്രെയിൻ അങ്ങനെയല്ല. നമ്മുടെ ബ്രെയിനിൽ ഭൗതികമായ പല ചിന്താഗതികൾ കയറിക്കൂടി. നമ്മുടെ കൂടെയുള്ളതായ യന്ത്രങ്ങളൊക്കെ കുറിച്ചൊക്കെ നമുക്കറിയാം. CD-യുടെ അകത്ത് വല്ലതും കയറിയാൽ അതിന്റെ അകത്ത് പ്രത്യേക മസാഹത്തുണ്ട്. മസാഹത്തിന് ആ സ്ഥലമുണ്ട്. ആ സ്ഥലം ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ വല്ലതും കയറ്റാൻ പറ്റൂല, നമുക്ക് അറിയാവുന്നത് പോലെ അല്ലേ? അതുപോലെയാണ് നമ്മുടെ ബ്രെയിൻ സ്ഥിതിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ യുഗത്തിൽ അല്ലാഹ് നമുക്ക് എന്തുകൊണ്ട് സ്മരിക്കാൻ പറ്റുന്നില്ല, എന്തുകൊണ്ട് ഓർക്കാൻ പറ്റുന്നില്ല? ബ്രെയിൻ ഫുള്ളാണ് ഭൗതിക ചിന്തകളിലൂടെ എന്നതുകൊണ്ടായിരിക്കും. അല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ. അപകടമാണ്. പണ്ട് ഇമാമുകൾ അങ്ങനെയല്ല, നൂറുകണക്കിന് വാല്യങ്ങൾ എഴുതിപ്പോകുന്നു. നമ്മുടെ മുമ്പിൽ വായിച്ചാൽ തീരാത്തത്. ഒരാൾ എഴുതിയത് നമുക്ക് 10 ആൾക്ക് വായിച്ചാൽ തീരൂല. അങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ എഴുതിപ്പോയ നേതാക്കളെയാണ് നാം പരിചയപ്പെടുന്നത്. അവര് ചിന്തിക്കൽ തന്നെ അങ്ങനെയായിരുന്നു. ഈ മദീനയിലുള്ള മസ്ജിദ് ഖുബയുടെ പരിസരത്തിൽ ബീറു അരീസ് എന്ന പേരിൽ ഒരു കിണറുണ്ടായിരുന്നു. എന്താ കിണറിന്റെ പേര്? ബീറു അരീസ്. ഞാൻ വരുന്ന കാലഘട്ടത്തിൽ 40ഓളം വർഷങ്ങൾക്ക് മുമ്പ് അത് കാണാമായിരുന്നു. ഞാൻ കണ്ടതായി ഓർക്കുന്നു. ഇപ്പോൾ അത് മസ്ജിദ് ഖുബയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ളതായ മെയിൻ ഗേറ്റിൽ കൂടി കിടക്കുമ്പോൾ ഏകദേശം വലത് ഭാഗത്ത് ഉള്ള തോട്ടത്തിന്റെ അടുത്തായി വരും ആ സ്ഥലം. ബീറു അരീസിലേക്ക് അരീസ് അന്ന് ഒരു തോട്ടത്തിനകത്തായിരുന്നു. അല്ലാഹുവിന്റെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ബുഖാരിയിലാണ് സംഭവം. കടന്നു വരുന്നു. എന്നിട്ട് പിന്നെ ആ ഹായത്തിന്റെ അകത്ത്, ആ തോട്ടത്തിന്റെ അകത്ത് കടന്നുകൊണ്ട് റസൂലുള്ളാഹി ആ കിണറിന്റെ, ചെറിയ കിണറാണ്, കിണറിന്റെ സൈഡിൽ ഇരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നപ്പോൾ ഗേറ്റിന്റെ കാവൽക്കാരനായിട്ട് അബൂ മൂസൽ അശ്അരിയാണ്, ഓർമ്മ ശരിയാണെങ്കിൽ, അബൂ മൂസൽ അശ്അരിയോട് കാവൽക്കാരനായിട്ട് നിൽക്കാനും അനുവാദമില്ലാതെ ആരെയും കടത്തരുത് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി കിണറിന്റെ സൈഡിൽ കിണറിലേക്ക് കാൽ താഴ്ത്തിയിരിക്കുന്നു. അപ്പോൾ കടന്നു വരുന്നു ആര്? അബൂബക്കർ സിദ്ദീഖ്. ഗേറ്റ് കീപ്പറോട് അനുവാദം ചോദിക്കുന്നു, അഥവാ തോട്ടത്തിന്റെ ഗേറ്റ് കീപ്പറോട്. അപ്പോൾ റസൂലുള്ളാഹിയോട് പറയുന്ന അബൂബക്കർ വന്ന് കടന്നോട്ടെ എന്ന് റസൂലിന്റെ അനുവാദം. അങ്ങനെ കടക്കും. റസൂൽ പറയുന്നു, അബൂബക്കർ കടക്കുമ്പോൾ പറയുക, അദ്ദേഹത്തിന് സന്തോഷ വാർത്ത ഇറങ്ങിയിരിക്കുകയാണ്. അർശിന്റെ മീതെ നിന്ന് അദ്ദേഹം സ്വർഗവാസിയാണ്. ആരാണ്? അദ്ദേഹത്തിന്റെ സ്വർഗവാസിയാണ് അദ്ദേഹം എന്ന സന്തോഷ വാർത്ത ഇറങ്ങിയിരിക്കുകയാണ്. അതാണ് അശറത്തുൽ മുബശ്ശിരീൻ നാം പറയുന്നുണ്ടല്ലോ, സ്വർഗ സന്തോഷ വാർത്ത നൽകപ്പെട്ട 10 പേര്. അതിൽ നാം കേൾക്കുന്ന സന്തോഷ വാർത്തകൾ ഈ നേതാക്കളെ കുറിച്ച് ആ ഹദീസിലൂടെയാണ്. അങ്ങനെ രണ്ടാമത് കടന്നു വരുന്നത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബാണ്. ഗേറ്റ് കീപ്പർ അനുവാദം ചോദിക്കുന്നു, റസൂൽ അനുവാദം കൊടുക്കുന്നു. റസൂൽ പറയുന്നു, ഉമറിനും അനുവാദം കൊടുക്കുക, ഉമറിനോട് പറയുക, നിങ്ങൾക്ക് സന്തോഷ വാർത്ത വന്നിരിക്കുകയാണ്, നിങ്ങൾ സ്വർഗ്ഗപ്പുള്ളിയാണ് എന്ന വാർത്ത. ആ വാർത്തയും നൽകി. മൂന്നാമതായിട്ട് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കടന്നു വരുന്നു. ആദ്യമായിട്ട് അബൂബക്കർ സിദ്ദീഖ് കടന്നു വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വലത് ഭാഗത്ത് ആയിരുന്നു ഇരുന്നത്. എവിടെയിരുന്നത്? വലത് ഭാഗത്ത്. റസൂൽ ഇരിക്കുമ്പോൾ കിണറിലേക്ക് കാൽ താഴ്ത്തിയിട്ട്. പിന്നെ വരുന്നത് ഉമർ ഇബ്നുൽ ഖത്താബാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് ഇടത് ഭാഗത്ത് കിണറിലേക്ക് താഴ്ത്തിയിട്ട്. അപ്പോൾ ആ ഭാഗം ഫുള്ളായി. പിന്നെ മുൻ സൈഡിലല്ലാതെ ആ സൈഡിൽ ഇരിക്കാൻ സ്ഥലമില്ലാതെയായി മാറി. റിപ്പോർട്ടറിന്റെ ഹദീസിലുള്ള ഭാഗമാണ് കേൾക്കുന്നത്, കഥയൊന്നുമല്ല, ബുഖാരിയിലാണ്. അങ്ങനെ മൂന്നാമത്തെ വ്യക്തിയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തോട്ടത്തിലേക്ക് കടന്നു വന്നപ്പോൾ അനുവാദം ചോദിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അനുവാദം കൊടുത്തു. അദ്ദേഹത്തിനും സ്വർഗ്ഗ സന്തോഷ വാർത്ത നൽകുക. അദ്ദേഹത്തോട് പറയുക, നിങ്ങളുടെ ജീവിതത്തിൽ മഹാപരീക്ഷണം വരാൻ പോകുന്നുണ്ട് എന്ന വാർത്തയും കൂടി കൂട്ടിച്ചേർക്കുകയെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞു. വരുന്നവരോടൊക്കെ സ്വർഗം എന്ന് പറയല്ലേ, മൂപ്പർക്ക് ഇങ്ങനെ സ്വർഗം കിട്ടണമെന്ന് ബുദ്ധിയുണ്ടാവുമല്ലോ. മൂന്നാമത്തെ ആള് പറഞ്ഞപ്പോ നിങ്ങളൊക്കെ സ്വർഗത്തിൽ പോകുമ്പോൾ ഞാനാണ് റസൂലുള്ളാഹിയുടെ ഗേറ്റ് കീപ്പർ, നിങ്ങൾക്ക് സന്തോഷ വാർത്ത കിട്ടിയ വേള എന്ന വാർത്തയിൽ നിങ്ങൾ മറക്കരുത് എന്ന് കൂട്ടിച്ചേർക്കുന്നതാണ്. ഞാനായിരുന്നു ഈ സന്തോഷ വാർത്ത നൽകിയ വ്യക്തിയെന്ന് നിങ്ങൾ മറക്കാൻ പാടില്ല. അങ്ങനെ മഹാനായ ഉസ്മാനിനോട് നിങ്ങൾക്ക് മഹാവിപത്ത് വരാൻ പോകുന്നുണ്ട് എന്ന്
ആ വിപത്തിനെ സ്വീകരിക്കാൻ ക്ഷമ കൈകൊള്ളാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. നമുക്കറിയാം സുൽത്താന പള്ളിയിൽ വാതിൽ എന്ന പേരിൽ വാതിലുണ്ട്, ബാബുൽ ബഖീ. പുരുഷന്മാർ സലാം പറഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ ഇപ്പോൾ 10 വർഷം മുമ്പായിട്ടുണ്ടാക്കപ്പെട്ട വാതിലാണ്. ആ വാതിലിന്റെയും ബാബു ജിബ്രീൽ എന്നൊരു വാതിലുണ്ട്, ബാബു ജിബ്രീൽ എന്ന വാതിലുണ്ട്. ആ വാതിലിന്റെയും ഇടയിൽ ഒരു മതിൽ കെട്ട് കെട്ടിയിട്ടുണ്ട്, ഇല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ആ മതിൽ കെട്ടുള്ള സ്ഥലമാണ് ഖിലാഫത്തിന്റെ ദാർ, അഥവാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഖലീഫയായപ്പോൾ താമസിച്ച അദ്ദേഹത്തിന്റെ ആസ്ഥാനം, അദ്ദേഹത്തിന്റെ റൂമാണ്. അവിടെ വെച്ചിട്ടാണ് ശത്രുക്കൾ വന്നിട്ട് അവരുടെ ദാറുൽ ഖിലാഫ വളഞ്ഞിട്ട് അവരെ കൊന്നുകളഞ്ഞത്. ആരെ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല. അത് മഹാപരീക്ഷണമായിരുന്നു. സഹാബാക്കളുടെ ഇടയിൽ നടന്നതായ വിപത്തുകളെ കുറിച്ചൊന്നും എൻ്റെ ശൈലി അനുസരിച്ചിട്ട്, എൻ്റെ എല്ലാ സർവ്വസാലികളുടെ ആദർശം അനുസരിച്ചിട്ട് നാം നീട്ടി പറയാറില്ല, നീട്ടി വിളിച്ച് പറയാറില്ല. കാരണം ചരിത്രത്തിൽ സഹീഹായി വന്ന ഭാഗങ്ങളല്ലാത്ത മറ്റു ഭാഗങ്ങളെല്ലാം അധികവും കെട്ടുകഥകളും അധികവും അംഗീകരിക്കാൻ പറ്റാത്തതായ ഭാഗങ്ങളുമാണ്. സഹാബാക്കളുടെ ഇടയിൽ നടന്നതായ പോരാട്ടങ്ങൾ, മുആവിയയുടെ ഇടയിൽ, ആയിഷയുടെ ഇടയിൽ, അലിയുടെ ഇടയിൽ, ആയിഷയുടെ ഇടയിൽ, ഇങ്ങനെയുള്ളതായ നമ്മുടെ നേതാക്കളുടെ ഇടയിൽ നടന്നതായ സംഭവങ്ങളുടെയൊക്കെ സ്ഥിതി അതാണ്. അതുകൊണ്ട് മഹാനായ 4 ഖലീഫമാർ കഴിഞ്ഞ ശേഷം വന്നതായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നൊരു മഹാനീതിമാനായ നേതാവ് ഉണ്ടായിരുന്നു. നീതിമാനായ നേതാവ് കേട്ടിട്ടില്ലേ? ഉമർ രണ്ടാമെന്ന് പരിചയപ്പെടുന്ന ഒരു നേതാവ് കേട്ടിട്ടില്ലേ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഉമവി ഖിലാഫത്തിൽ മുതിർന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഇത്തിബാഅ് പിന്തുടർച്ച കൈകൊണ്ടുകൊണ്ട് ഭരണകൂടം നടത്തിയതായ ഒരു മഹാനീതിമാനായ നേതാവ്. 2 കൊല്ലം മാത്രമാണ് അയാൾ ഭരണകൂടം നടത്തിയത്. ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസിനോട് ചോദിക്കപ്പെട്ടു, അവർക്ക് അല്പകാലം മുമ്പ് നടന്ന സഹാബാക്കളുടെ ഇടയിലുള്ളതായ, ഇത് പഠിക്കേണ്ട ഭാഗമാണ്, സഹാബാക്കളുടെ ഇടയിൽ ഉണ്ടായതായ കുഴപ്പത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആയിഷ കാട്ടിയതിനെ കുറിച്ച്, അലി കാട്ടിയതിനെ കുറിച്ച്, മുആവിയ കാട്ടിയതിനെ കുറിച്ച് എന്നീ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കപ്പെട്ടു. അപ്പോൾ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുകയുണ്ടായി, എന്താ? ഉലൈക ആ വിഭാഗം തഹറല്ലാഹു സുയൂഫനാ മിൻ ദിമായിഹിം വനസ്അലുല്ലാഹ അൻ യുതഹിറ അൽസിനതനാ മിൻ അറാദിഹിം. നമ്മുടെ വാളിനെ അവരുടെ ചോരയെ തൊട്ട് അല്ലാഹ് ശുദ്ധീകരിച്ചതുപോലെ നമ്മുടെ നാവിനെ അവരുടെ അഭിമാനത്തെ തൊട്ട് അല്ലാഹ് ശുദ്ധീകരിക്കട്ടെ. കേട്ടില്ലേ? കേട്ടില്ലേ? സഹാബാക്കളെ തൊട്ട് കളിക്കൽ മഹാപകടമാണ്. സഹാബാക്കളെ ചീത്ത പറയൽ. ഇവിടെ പണ്ട് ജീവിച്ച ഇമാം മാലിക് എന്ന് കേട്ടിട്ടില്ലേ? മാലിക് ഇബ്നു അനസ് അൽ-അസ്ബഹി അല്ലേ? മാലിക് ഇമാം മദീന ഇമാമാണ്, മദീന ഖാദിയാണ്, ഖതീബാണ്, മുഫ്തിയാണ്. 4 മദ്ഹബിന്റെ ഇമാമായിട്ട് അറിയപ്പെടുന്ന മാലിക് ഇമാം പറയുന്നു, സഹാബാക്കളെ ചീത്ത പറയുന്നവൻ കാഫറാണ്, ഇസ്ലാമിൽ നിന്ന് കയറ്റവുമാണ്. സഹാബാക്കളെ ചീത്ത പറയുന്നത്. അതുകൊണ്ട് സഹാബാക്കളെ കുറിച്ച് തെറി പറയലും അവരെ കുറിച്ച് ആക്ഷേപിക്കലും അതിൽ കിട്ടുന്ന രക്ഷപ്പെടുത്തിയില്ലേ? അതുകൊണ്ട് അവരുടെ സമൂഹമാണ്. അവർ ചെയ്തത് അവർക്ക് കിട്ടും, നാം ചെയ്തത് നമുക്ക് കിട്ടും. നമ്മോട് അവർ ചെയ്തതിനെ കുറിച്ച് അവർ ചോദിക്കൂല എന്ന് ഖുർആൻ പറഞ്ഞ ശൈലിയാണ് ആ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ മറുപടി കിട്ടിയത്. അതാണ് നമുക്കും പറയാനുള്ളത്. അങ്ങനെ നടന്നു. നമ്മുടെ വിഷയം അതല്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കയറി വരുന്നു, എന്നിട്ട് ഈ കിണറിന്റെ നേരെ ഒരു വശത്തിരിക്കുന്നു. റിപ്പോർട്ട് തന്നെ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു താബിഈയാണ്. അദ്ദേഹം പറയുന്നു, ഈ ഹദീസിനെ ഞാൻ മനസ്സിലാക്കി, അവരുടെ മനസ്സിലാക്കുന്ന ശരികൾക്ക് നമുക്കൊക്കെ ഇപ്പോൾ തോന്നാണ് ഖലീഫയാകും എന്നതിലേക്ക് സൂചനയായിരിക്കും. ഭൗതിക ചിന്തയല്ല അവർ ചിന്തിച്ചത്. ഇത് റസൂലിന് ശേഷം അബൂബക്കർ ഖലീഫ, പിന്നെ ഉമർ ഖലീഫ, പിന്നെ ഉസ്മാൻ ഖലീഫ എന്ന രൂപത്തിലല്ല അവർ ചിന്തിച്ചത്. മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു നാം സാധാരണ കേൾപ്പിക്കാറുണ്ട് അദ്ദേഹത്തെ കുറിച്ച്, അല്ലേ? മറന്നിട്ടില്ലല്ലോ? ഓർമ്മയുണ്ടോ അയാളെ കുറിച്ച്? ആരാണത്? സഈദ് ഇബ്നുൽ മുസയ്യിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പള്ളിയിൽ ഇപ്പോൾ റസൂലുള്ളാഹിയുടെ ഭാര്യമാരുടെ വീടുകൾ ഉൾക്കൊള്ളുന്ന സ്ഥലത്തെ തകർത്തിയിട്ട് വലീദ് ഇബ്നു അബ്ദുൽ മലീക് ആ ഭാഗത്തെ പള്ളിയിലേക്ക് കൂട്ടിച്ചേർത്തതായ കാലഘട്ടത്തിൽ അന്ന് രാത്രിയിൽ മദീനത്തെ പള്ളിയിൽ ഇരുന്നുകൊണ്ട് കരയുകയായിരുന്നു അദ്ദേഹം. ആ ഒറിജിനൽ രൂപം നഷ്ടപ്പെട്ട സന്ദർഭത്തിൽ മദീനത്തെ പള്ളിയിൽ നിന്നിട്ട് അദ്ദേഹം കരയുകയായിരുന്നു. ആ മഹാനായ താബിഈങ്ങളുടെ നേതാവായി ഗണിക്കപ്പെടുന്ന സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി.